യോഗവാസിഷ്ടം നിത്യപാരായണം 332 യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം 332. ആത്മാന്വേഷണത്തിലൂടെ ലഭിക്കുന്ന പരമപ്രശാന്തതയാണ് മോക്ഷം. 332. പരിജ്ഞായ പരിത്യാഗോ വാസനാനാം യ ഉത്തമ സത്താസാമാനി രൂപത്വം തത്കൈവല്യപദം വിധ. 14 ഒക്ടോബർ 6. വസിഷ്ഠൻ തുടർന്നു, ഈ പ്രത്യക്ഷലോകവും അതിലെ ചരാചരങ്ങളും ഒന്നും വാസ്തവമല്ല, ഉണ്മയല്ല. യാതൊന്നും ഭൗതികമായി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഭാവാഭാവധാരണകളെ സൃഷ്ടിക്കുന്ന സങ്കല്പവിശേഷം ഇല്ലെങ്കിൽ പിന്നെ ഈ വ്യക്തിഗത ജീവനുകൾ, ജീവാത്മാവ് എന്നത് വെറും വ്യർത്ഥജൽപ്പനങ്ങൾ മാത്രമാണ്. ഹൃദയത്തിലുണ്ടാകുന്ന അവിത്യാജന്യമായ ബന്ധങ്ങൾ എല്ലാം സത്യത്തില്ലാത്തവയാണ്, നിലനിൽപ്പില്ലാത്തവയാണ്. കയറിഞ്ഞ പാമ്പായി തെറ്റിദ്ധരിച്ചുവെന്നിരിക്കലും ആ പാമ്പിന് ആരെയും കടിക്കാനാവില്ല. ആത്മവിദ്യയുടെ അഭാവമാണ് അവിദ്യ, അല്ലെങ്കിൽ മേം. എന്നാൽ ആത്മതലത്തിലെത്തിയാൽ ഒരുവന് അന്തമില്ലാത്ത പ്രജ്ഞയും മേധാശക്തിയും സ്വായത്തമാണ്. ബോധം തന്നെത്താൻ ഒരു ബോധവസ്തുവായി കണക്കാക്കി സ്വയം വിഷയവും വിഷയിയുമായാൽ അതും അവിദ്യ തന്നെ. ഈ വിഷയഭിന്നതയും തൽജന്യമായ ബന്ധങ്ങളും നീക്കിയാൽ ഉള്ള സത്താണുണ്ട്. വ്യക്തിത്വം ആർജിച്ച മനസ്സ് മാത്രമാണ് ജീവൻ. മനസ്സൊരു അങ്ങുമ്പോൾ വ്യക്തിയും ഇല്ലാതാകുന്നു. വ്യക്തിഗത മനസ്സുള്ളിടത്തോളമേ അതിന് നിലനിൽപ്പുള്ളൂ. ഒരു കുടമുള്ളിടത്തോളം അതിനുള്ളിലെ ആകാശമെന്ന സങ്കല്പത്തിനു സാധ്യതയുണ്ട്. എന്നാൽ ആ കുടമുടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനന്തമായ ആകാശം മാത്രമേയുള്ളൂ. കൂടാകാശമായി നേരത്തെയുണ്ടായിരുന്ന ആ പരിമിതാകാശവും ഇപ്പോൾ അനന്താകാശത്തിൽ വിലീനമാണല്ലോ. രാമൻ ചോദിച്ചു, ഭഗവാനെ, ഈ വിശ്വപ്രജ്ഞ, അല്ലെങ്കിൽ ചൈതന്യം, എങ്ങനെയാണ് ചൈതന്യരഹിതമായ പാറക്കല്ലുകളും മറ്റുമായി ഭവിക്കുന്നത്? വസിഷ്ഠൻ പറഞ്ഞു, ഈ പാറക്കല്ലുകളിലും ബോധമുണ്ട്. എന്നാൽ അത് ഇനിയും ചൈതന്യവത്തായി ഉണർന്നിട്ടില്ലാത്ത അവസ്ഥയിലാണ്. എന്നാൽ അവ നിർമ്മലമെന്ന മനസ്സില്ലാത്ത അവസ്ഥയെത്തിയിട്ടുമില്ല. അത് ദീർഘനിദ്ര പോലെയാണ്. ആ തലം മുക്തിപദത്തിൽ നിന്നും എത്രയോ ദൂരെയാണ്. രാമൻ വീണ്ടും ചോദിച്ചു, എങ്കിലും അവ ധാരണകൾക്കും പ്രതീതികൾക്കും വശമതമാകാതെ ദീർഘസുഷുപ്തിയിൽ നിലകൊള്ളുന്നുവെങ്കിൽ അത് മുക്തിപദത്തോട് ഏറെ അടുത്ത ഒരവസ്ഥ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. വസിഷ്ഠൻ പറഞ്ഞു, മോക്ഷം, മുക്തി, അല്ലെങ്കിൽ അനന്തതയെ സാക്ഷാത്കരിക്കൽ എന്ന് പറഞ്ഞാൽ വെറും അചരമായ ജീവിയായി, അചേതനമായി ഒരിടത്ത് കിടക്കുക എന്നല്ല അർത്ഥം. മോക്ഷമെന്നാൽ സാധനാനിരതനായ ഒരുവൻ ആത്മാന്വേഷണത്തിലൂടെ ലഭിക്കുന്ന അന്തരാവബോധത്തിലുണർന്ന് പരമപ്രശാന്തതയിൽ വിലീനമാവുന്ന ഒരവസ്ഥയാണ്. കൈവല്യം, പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത് ബോധപൂർവമുള്ള ആത്മാന്വേഷണത്തിലൂടെ ലഭ്യമാകുന്ന എല്ലാ മാനസികോപാധികൾക്കും ഉപരിയായി നിലകൊള്ളുന്ന ശുദ്ധബുദ്ധമായ ഒരു തലമാണ്. ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട സത്യത്തെക്കുറിച്ച് പ്രബുദ്ധരായ മാമുനിമാരുടെ സത്സംഗ സഹായത്തോടെ സമഗ്രമായ ആത്മാന്വേഷണം നടത്തി മാത്രമേ ബ്രഹ്മത്തെ പ്രാപിക്കുവാനാവൂ എന്നാണ് ജ്ഞാനികളുടെ അഭിപ്രായം. 353. അപ്പോൾ അതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അധ്യാത്മ സാധനയോട് മനസ്സ് ശാന്തമാകുന്ന അവസ്ഥ, എപ്പോഴും ശാന്തം നിലനിർത്തുന്ന ഒരവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. പക്ഷെ അത് പ്രാപിക്കാൻ വളരെ പ്രയാസമാണ്. എന്തായാലും മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് ശാന്തി കിട്ടുന്നില്ല. ശാന്തി ഉണ്ടാകണമെങ്കിൽ മനസ്സിൻ്റെ ചലനം നിലക്കണം, മനസ്സിന് കൺട്രോളായിത്തീരണം, എന്നാലും ശാന്തത വരികയുള്ളൂ. ഇന്ന് ആളുകൾ താൽക്കാലിക ശാന്തിക്ക് വേണ്ടി അവിടെ ഇവിടെയെല്ലാം അലഞ്ഞു തിരിയുന്നു. പക്ഷേ ഈ ശാന്തി അവനവനിൽ തന്നെയാണുള്ളത്. അത് പുറത്തുനിന്ന് തീരെ കിട്ടുകയില്ല. പുറത്തുനിന്ന് കിട്ടുന്ന ശാന്തി അല്പനിമിഷത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ശാന്തി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് മരണത്തോളം നമ്മളൊപ്പം ഉണ്ടാവും. പക്ഷെ ഇന്ന് ആരും അതറിയുന്നില്ല. അതായത് ഒരു കസ്തൂരിമാന് ഈ മണം എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ടേ പോകുന്നു. പക്ഷേ ആ കസ്തൂരിമാനിൽ ഉള്ളിൽ നിന്നാണ് ആ മണം വരുന്നത്. പക്ഷെ അത് അറിയാണ്ട് അവിടെ ഇവിടെ അലയുന്നു.
അതേപോലെയാണ് നമ്മുടെ ശാന്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത്. പക്ഷെ ആ ശാന്തി നമ്മൾ പുറത്ത് തേടുകയാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഈ മനസ്സ് ഇല്ലാതാകുമ്പോൾ മാത്രമാണ് ഈ ആ ശാന്തിയുടെ അവസ്ഥ നമുക്ക് ലഭ്യമാകുക. അപ്പോൾ മനസ്സില്ലാണ്ടാകുമ്പോൾ വ്യക്തിത്വം പോകും. ആ വ്യക്തിബോധം, ഞാനൊരു വ്യക്തിയാണെന്നുള്ളൊരു ആ ബോധം പോയിട്ട് എല്ലാം ഒന്നെന്നുള്ള ഭാവമാവും. ഞാനും നീയുമില്ല. നമ്മൾ ഉറക്കത്തിൽ മനസ്സില്ലല്ലോ. ഉറക്കത്തിൽ ഞാനില്ല, നീയില്ല, ബന്ധുവില്ല, ശത്രുവില്ല, മിത്രമില്ല, കാമവുമില്ല, ക്രോധമില്ല, അഹങ്കാരം ഒന്നുമില്ല. അപ്പോൾ മനസ്സില്ലാത്ത അവസ്ഥയാണ്. ഈ മനസ്സ് നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ അവസ്ഥ നേടാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ മനസ്സ് നഷ്ടപ്പെടുന്നില്ലാതാണെങ്കിൽ അതൊരു പ്രയത്നത്തിൽ കൂടി മാത്രമേ സാധ്യമാവുള്ളൂ. നമ്മൾ തുടർച്ചയായ പരിശീലനം ആവശ്യമാണ്. അതായത് ഇത് അനേക വർഷങ്ങളായി തപസ്സിലൂടെയും മറ്റും മനസ്സിനെ നിയന്ത്രണത്തിലാക്കിയ ഒരു ഗുരുവിൻ്റെ കീഴിലുള്ള അഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് ആ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ചെറിയ ചപ്പടി വിദ്യകൾ കൊണ്ടെല്ലാം താൽക്കാലികമായി നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു ജീവിതം മുഴുവനും ഉള്ളൊരു നിയന്ത്രണം സാധ്യമല്ല. എന്താണെന്ന് മനസ്സൊരു ഭയങ്കര ശക്തി തന്നെയാണ്. അത് ഹൈ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു മലവെള്ളപ്പാച്ചിൽ ശക്തമായിട്ട് വരികയാണ്. നമ്മൾ അതിനെ തടഞ്ഞു നിർത്താൻ പോയെന്തോ അത് നമ്മളടിച്ചിട്ട് പോയി കളയും. അതേമാതിരിയാണ് ഈ മനസ്സ്. അശക്തമായ ഫോഴ്സാണ്. നമ്മൾ തടഞ്ഞിട്ട് അപ്പം നമുക്ക് അടി കിട്ടും. അതായത് നമുക്ക് വിഭ്രാന്തി മറ്റുണ്ടാവും. അതിന് മെല്ലെ മെല്ലെ സാധ്യമാവണം. ഒറ്റയടിക്ക് തടയാൻ സാധിക്കില്ല. അതിന് നമ്മൾ പരിശ്രമത്തിലൂടെ ഒറ്റയടിക്ക് തടഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഇത് വരും. മാനസികമായ വിഭ്രാന്തിയും മറ്റേ സൈഡ് എഫക്റ്റുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളിതിനെ കുറിച്ച് പഠിച്ച് അറിഞ്ഞ്, അതായത് പഴയ ഗുരുക്കന്മാർക്ക് അങ്ങനെയാണ്. ഒരു ശിഷ്യന്മാരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അവരൊറ്റയടിക്ക് നീ ആത്മാവാണ് എന്നൊന്നും പറയില്ല. അവർക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചാൽ സിമെൻറ്റ് ഇട്ട് ഉറച്ച മാതിരി ഉറച്ച് നിൽക്കും. അതൊരിക്കലും അത് നഷ്ടപ്പെടുകയില്ല. അപ്പോൾ അങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെ ഇതെന്തെന്ന് മനസ്സിലാക്കി കൊടുക്കും. ഈ മനസ്സ് ഇങ്ങനെ സഞ്ചരിച്ച് എല്ലാം ദുഃഖങ്ങളുണ്ടാകും. ആ ദുഃഖങ്ങളെല്ലാം അവർ അനുഭവിച്ച് കാട്ടിക്കൊടുക്കും. അപ്പോൾ അവർക്ക് ആ മനസ്സ് സഞ്ചരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇന്ന വഴിക്ക് പോയി ഇന്ന ദുഃഖങ്ങളുണ്ടാകുന്നു എന്നിട്ട് മനസ്സിനെ നിയന്ത്രിക്കും. അതാണ് അപ്പോൾ